ആ ഓക്കെ, ഫംഗ്ഷൻ ഞങ്ങൾ നല്ല രീതിയിൽ നടത്തിയ നിങ്ങൾ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തരണം. ഞങ്ങൾക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം അങ്ങോട്ട് തരും. അങ്ങനെയാണെങ്കിൽ ഈ അഗ്രിമെന്റിൽ നിങ്ങൾ ഒരു സൈൻ ചെയ്തു തരണം. സിഗ്നേച്ചറൊക്കെ എന്തിനാ? ഞങ്ങളുടെ വാക്ക് മാത്രം പോരെ? എല്ലാത്തിനും ഒരു തെളിവുള്ളത് നല്ലതല്ലേ? വെറും ഒരു കയ്യൊപ്പല്ലേ, ഇട്ടുകൊടുത്തേക്കാം. ശരി, തന്നേക്കൂ, സൈൻ ചെയ്തേക്കാം. ഇതാ നിങ്ങളുടെ ബോസ് അബ്രാം സാറിന്റെ സിഗ്നേച്ചറും ഞങ്ങൾക്ക് വേണം. എന്റെ ചേട്ടന്റെ കയ്യൊപ്പെന്തിനാ? അദ്ദേഹമാണല്ലോ ഈ കമ്പനിയുടെ ബോസ്. ഇപ്പൊ അഭിയേട്ടന്റെ ഒപ്പ് ഇട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ചിലപ്പോ ക്ലയൻസ് പിണങ്ങി പോകും. എങ്ങനെയെങ്കിലും ഈവന്റ്സ് സക്സസ് ആക്കണം. ഞങ്ങളുടെ അഭിയേട്ടന്റെ സൈനല്ലേ വേണ്ടത്? അഭിയേട്ടൻ തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ പോയി സൈൻ വാങ്ങിയിട്ട് വരാം. 1 മിനിറ്റ്. 1 മിനിറ്റ്. ഇതാ അഭിയേട്ടൻ സൈൻ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ മാഡം, അഡ്വാൻസ് 50,000. ഓക്കെ ഓക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങാണ് മാഡം. വൈകുന്നേരം 5 മണിക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഷുവർ ഷുവർ. ഈവനിങ്ങിനുള്ളിൽ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ. ഏട്ടാ ഒന്ന് വന്നേ. ഞാനെല്ലാം സംസാരിച്ചു അഖിൽ. 50,000 രൂപ അഡ്വാൻസും കിട്ടി. ശരിക്കും നിന്നോട് അവര് എന്താ കാർത്തിക പറഞ്ഞത്? ഫംഗ്ഷൻ വളരെ നന്നായിട്ട് ചെയ്യണോന്ന് പറഞ്ഞു. വരൂ, നമുക്ക് തുടങ്ങാം. നിക്ക് 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 നിക്ക്. നീ വേറെ അലമ്പൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഫംഗ്ഷൻ നടത്തി കൊടുക്കണോന്ന് പറഞ്ഞു വന്നവര് എന്ത് അലമ്പുണ്ടാക്കാനാ? ഈവന്റ് എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോളെ അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞായിരുന്നോ? ഇവരോട് എഗ്രിമെന്റിനെ കുറിച്ച് പറയണോ വേണ്ടയോ? പറഞ്ഞ ഈവന്റ് എങ്ങാനും ക്യാൻസൽ ചെയ്താലോ? ഇല്ല ഭാസ്കരേട്ടാ, അവര് ഒരു കണ്ടീഷനും വച്ചിട്ടില്ല. ഇത് പറയാൻ വേണ്ടി എന്തിനാണ് ഇത്രയും നേരം ആലോചിക്കുന്നത്? ശരിക്കും ഒന്ന് ആലോചിക്ക്. നീ ഞങ്ങളുടെ അടുത്തൊന്നും മറക്കുന്നില്ലല്ലോ.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയും മോളെ. പിന്നീടൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഡോണ്ട് വറി ഭാസ്കരേട്ടാ, നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എല്ലാം ഫെയർ ആയിട്ട് തന്നെയാ. ഹാപ്പി ആയിട്ട് പോയിട്ട് ഈവന്റ് നടത്താം. വേണ്ടെന്ന് പറഞ്ഞ ഈവന്റ് നീ ചെയ്യാൻ പോകുന്നേ. എന്തെങ്കിലും ഇടകൂടെ ഉണ്ടായാ അപ്പൊ നീ എന്നെ ശരിക്കും അറിയും. നമ്മളിവിടെ ഉണ്ടല്ലോ അല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആവശ്യമില്ല അവളെ പേടിപ്പിക്കണ്ട. താങ്ക് യു ഭാസ്കരേട്ടാ. ഭാസ്കരേട്ടനുള്ള ധൈര്യം പോലും ഈ അഖിലിനില്ല. ശരി വാ, ഈവന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഏട്ടാ പോവാ. ഡി. നടക്ക് അഖിൽ, നടക്ക്. മോളെ വസു, മോളെ വസു. ഹായ് മക്കളെ. എന്തിനാ ഇത്രയും ദൂരം വന്ന്? അത് നമ്മുടെ സീതാറാം അങ്കിളില്ലേ മോളെ? ആ അതെ, ഈ തോട്ടം അദ്ദേഹത്തിന്റെ അല്ലേ? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു മോളെ. നിന്നെയും അഭിമോനെയും അവർക്കൊന്ന് കാണണമെന്ന്. കഴിയുമെങ്കിൽ അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് വരും മോളെ. അതെ ഏട്ടാ, നമുക്ക് പോയാലോ? എന്റെ അങ്കിളിന് ഏട്ടനെ ഒരുപാട് ഇഷ്ടം, അറിയാമോ? ഷുവർ, നോ പ്രോബ്ലം. മക്കളെ നിങ്ങളെ വാ, നമുക്ക് പോവാം. അത് സാരമില്ല മോളെ, അവരിവിടെ നിന്ന് കുറച്ചു നേരം കളിക്കട്ടെ, എന്നിട്ട് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പോകാം. നിങ്ങൾ പോയിട്ട് വരും. ശരി, വാ ഏട്ടാ, പോവാം. നമുക്ക് പോവാം. വാ വാ വാ, കളിക്കാൻ പോവാം. വാ, അങ്ങോട്ട് പോയി കളിക്കാം. വാ. പോയ കാര്യം എന്തായി? എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് അനിയ. എഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങിയിട്ട് അഡ്വാൻസും കൊടുത്തിട്ട് വന്നു. അവന്മാരെന്തായാലും പെട്ടു. ചേട്ടാ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? നിങ്ങൾക്കല്ല, അവർക്കാ പ്രശ്നം. വൈകുന്നേരത്തെ നിങ്ങളുടെ മോളുടെ മൈലാഞ്ചിയിടൽ ചടങ്ങ് ഹാപ്പി ആയിട്ട് നടത്തിക്കോ. അതിനുള്ള ചെലവൊക്കെ ഞാനല്ലേ നിങ്ങൾക്ക് തരുന്നേ. അതുകൊണ്ടല്ല അനിയ ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്തത്. വൈകുന്നേരത്തെ ഫംഗ്ഷനിലെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാ, ആയിക്കോട്ടെ ചേട്ടാ, നിങ്ങൾ പറയുന്ന പോലെയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കിക്കോണേ. എന്റെ അമ്മാവൻ ഇവിടുത്തെ മേയറാ. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് വെക്കോ.
എടാ അഭിറാം, എന്നെ അടിച്ച് എന്റെ ഈ വാ കൊണ്ട് നിന്റെ അനിയനോട് മാപ്പ് പറയിച്ചില്ലേ? എന്നോട് മുട്ടി നീ വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാ നീ ഓഫീസിലില്ലാത്ത നേരം നോക്കി നിനക്ക് ഞാനൊരു പണി തരാൻ പോകുന്നത്. എന്നെ അടിക്കാൻ വേണ്ടി നീ കുടുംബം മൊത്തം കൊണ്ടുവന്നില്ലേ? ഈ ഒരു എഗ്രിമെന്റോടെ നിന്റെ കുടുംബം മുഴുവനും വഴിയാധാരമാക്കും ഞാൻ. നീ നിന്റെ ജീവിതത്തിൽ എന്റെ മുന്നിൽ വരാത്ത രീതിയിൽ നിനക്ക് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ട്. വാടാ. പ്രശ്നം എന്താ ഏട്ടാ? എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ എന്തായാലും വീടെത്താറായില്ലേ? കാർ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വീട് വരെ നമുക്ക് നടന്നു പോയേട്ടാ. രാവിലെ മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശരിയാക്കാം. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു വസുന്ധര. കുഴപ്പമില്ല ഏട്ടാ, വീട്ടിലേക്ക് ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. മഴ ഉറക്കുന്നതിന് മുന്നേ നമുക്ക് പോവാ. ഷുവർ, വേഗം വന്നേ പോവാം. വാ. വസുന്ധര, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. വാ, നമുക്ക് വണ്ടിയിലേക്ക് പോവാം. ഏട്ടാ, നമുക്ക് മഴ നനഞ്ഞോണ്ട് പോവാം. പ്ലീസ് വസുന്ധര, മഴ നനഞ്ഞാൽ ജലദോഷം പനിയൊക്കെ വരും. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്.
ഭാവനെ അവർക്ക് ഇതുവരെ എത്തിയില്ലേ? ഇതുവരെ എത്തിയില്ല അമ്മേ. അവർക്ക് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. എന്താ ഇതുവരെയും വരാത്തത്? മണി 10 കഴിഞ്ഞല്ലോ. ഭാസ്കർക്ക് നീ ഒന്ന് ഫോൺ ചെയ്തേ. ഞാൻ ഒരുപാട് ഫോൺ ചെയ്ത് നോക്കിയച്ചാ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഇന്ന് രാവിലെ ഇടത് കണ്ണ് തുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ കാർത്തിക ഇന്ന് ഓഫീസിലേക്ക് അയക്കണ്ടെന്ന്. എന്റെ വാക്ക് കേൾക്കാതെ അവള് പോയി. അവിടെ എന്ത് സംഭവിച്ചോ എന്തോ. എല്ലാത്തിനും ഇങ്ങനെ അപശകുനം പറഞ്ഞാൽ എങ്ങനെയാ ഏട്ടത്തി? ജോലി തിരക്ക് കാരണം അവര് താമസിച്ചതായിരിക്കും. എന്താ ഭാസ്കർ ഇത്? എന്താ ഇത്രയും നേരം വൈകിയത്? ഒരു ഈവന്റ് ഫംഗ്ഷൻ ചെയ്തിട്ട് വന്നിരിക്കുക അച്ഛാ. എല്ലാവരും നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എംപ്ലോയീസ് ആരും വന്നില്ല അമ്മേ. അതുകൊണ്ട് എല്ലാ ജോലികളും ഞങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. കാർത്തിക ഓഫീസിൽ പോയ ആദ്യ ദിവസം തന്നെ ഈവന്റ് വന്നു എന്ന് തോന്നുന്നല്ലോ. അതെ ഏട്ടത്തി, ഫസ്റ്റ് ഇവന്റ് ചെയ്തു. ഈവന്റ് എങ്ങനെയുണ്ടായിരുന്നു മോളെ? ആ സക്സസ് ആയിരുന്നു, ഗ്രാൻഡ് സക്സസ്. നീ പറയൂ ഭാസ്കർ. എല്ലാം നന്നായിട്ട് പോവായിരുന്നു അമ്മേ. പക്ഷേ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ ഡിസ്റ്റർബൻസ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നു. അതൊക്കെ ബിസിനസ് മിസ്റ്റേക്സ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് എനിക്ക് അത്രയ്ക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഇന്നലെ ആദ്യ ദിവസം ഒരു ഇവന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാ വലിയ കാര്യമല്ലേ ഇത്? അവൾ എന്തോ അബദ്ധം കാണിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെയാ സുമംഗലേ? തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ശരി ശരി, വേഗം ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കേ, എന്നിട്ട് കിടന്നുറങ്ങിക്കോളൂ. നല്ല ക്ഷീണിച്ചാ വന്നിരിക്കുന്നത്. ഭാവനെ, നല്ല വിശപ്പുണ്ട്. വായേട്ടാ. എടി 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 നിക്ക്. ശരിക്കും നീ ഇന്ന് ഇവന്റ് വല്ലതും മാനേജ് ചെയ്തോ? മാനേജ് ചെയ്തു ആന്റി. മൈലാഞ്ചി ചടങ്ങ് ആ? ശരിക്കും ഫംഗ്ഷൻ ഭംഗിയായിട്ട് നടന്നോ? വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷേ എന്റെ ഇടത്തെ കണ്ണ് ഇപ്പോഴും തുടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇതാ കണ്ടില്ലേ, ഇതിപ്പോഴും ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കാടി. ഉറപ്പായിട്ട് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ആന്റിയുടെ കണ്ണിനാണ് പ്രശ്നം. പോയി വല്ല ഡോക്ടറെയും കാണിക്ക്.